മിസ് ലിസ. വെൽക്കം ടു മാതാ മ്യൂസിക് സെൻറ്റർ. ഇന്ന് നമ്മൾ എടുക്കുന്ന പാട്ട് ഒരു ഭക്തിഗാനം. കുട്ടികൾ ആവശ്യപ്പെട്ടിട്ട് മിസ് എപ്പോഴും സിനിമാ പാട്ടല്ലേ, ഒരു ഭക്തിഗാനം കൂടി ചേർക്കാൻ പറഞ്ഞു. അപ്പോൾ അവരെ പഠിപ്പിക്കാൻ പറ്റും നമുക്ക്. അപ്പോൾ എല്ലാവർക്കും ചേർന്ന് നമുക്കത് പഠിക്കാം. അംബിക നാഥേ കന്യക എന്നുള്ള ഭക്തിഗാനമാണ്. അതേസമയം നമുക്ക് അതിൻ്റെ ഏത് രാഗത്തിലാണ് പാട്ട് വന്നിരിക്കുന്നത്, അതിൻ്റെ കോഡ്സ് ഏതാണ്, അത് ഏത് സ്കെയിലിലാണ്, നമുക്കിതെല്ലാം പഠിക്കാം. അപ്പം നമ്മൾ ഇന്ന് എടുക്കുന്ന പാട്ട് ഒരു ഭക്തിഗാനമാണെന്ന് വെച്ച് പറഞ്ഞല്ലോ അല്ലേ. അപ്പോഴേ അംബിക നാഥേ കന്യക എന്നുള്ള പാട്ട്, ആ പാട്ട് എങ്ങനെ എടുക്കാമെന്ന് നോക്കാം. ഇത് കണ്ടോ. ഇത്രയാണ് പല്ലവി എന്ന് പറയുന്നത്. അനുപല്ലവി വരുമ്പോൾ ഇതുണ്ട്. ഇപ്പൊ ശർണവും അങ്ങനെ തന്നെ വരുന്നത്. ഇത്രേ ഉള്ളൂ ഈ പാട്ട്. അപ്പോഴേ ഇതിന് നമ്മൾ ഇതിൻ്റെ സ്കെയിൽ എങ്ങനെയാണെന്ന് നോക്കാം. ഇത് കണ്ടോ, ഇത് ഇവിടെയല്ലേ നമ്മൾ പാട്ടിൽ ലാൻഡ് ചെയ്തത്. അപ്പോഴേ മൈനസ് സ്കെയിൽ ഇവിടെ നമുക്ക് വന്ന് ഈ ഫ്ലാറ്റ് നമ്മൾ യൂസ് ചെയ്തല്ലേ, ഇത് രണ്ടും യൂസ് ചെയ്തു. പിന്നെ നമ്മൾ ഏത് യൂസ് ചെയ്തായിരുന്നു, ഇത് യൂസ് ചെയ്തല്ലേ. അപ്പോൾ നമ്മളിതിൻ്റെ സ്കെയിൽ, അപ്പം നമ്മൾ വന്ന് എഫ് മൈനസ് സ്കെയിലാണ് ഈ പാട്ട് കാണുന്നത്. അപ്പോൾ നമ്മൾ എഫ് മൈനസ് സ്കെയിൽ വരുമ്പോഴേ എന്താ സംഭവിക്കുക, 4 ഫ്ലാറ്റുണ്ട്. പക്ഷേ ഈ പാട്ടിൽ നമ്മൾ 3 ഫ്ലാറ്റല്ലേ കൈവച്ചുള്ളൂ. അപ്പോൾ എന്ത് നമ്മൾ പറയുന്നത്, ഇത് നമ്മൾ ആക്സിഡൻ്റൽ നോട്ടായിട്ട് മാറി. അതായത് എഫ് മൈനസ് സ്കെയിലിൽ ഈ നോട്ട് വന്ന് ആക്സിഡൻ്റായിട്ട് മാറി ഇവിടെ നാച്ചുറൽ തൊട്ടല്ലേ. അപ്പോൾ എങ്ങനെയാണ് സ്കെയിൽ പോകുന്നത്, ഇങ്ങനെയല്ലേ. നമുക്ക് സ്കെയിലിൻ്റെ ഫിംഗറിങ് ഞാൻ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു പല ക്ലാസ്സിലും, എങ്കിലും ഒന്നും കൂടി കാണിക്കാം കേട്ടോ. ഇതുണ്ടോ, എഫ് ജി, എ ഫ്ലാറ്റ്, ബി ഫ്ലാറ്റ്, സി, ഡി ഫ്ലാറ്റ്, ഇ ഫ്ലാറ്റ്, എഫ്. ഉണ്ടോ, ഫിംഗർ നമ്പർ 4 4. നമ്മൾ ഈ 4 ഫിംഗറാണ് റൈറ്റ് സൈഡ് യൂസ് ചെയ്തത്. അപ്പോൾ ലെഫ്റ്റ് ആണെങ്കിൽ എങ്ങനെ യൂസ് ചെയ്യാം, ലെഫ്റ്റ് സൈഡിൽ വരുമ്പോഴേ ഫിംഗർ 5 4 5 3 വരും. കണ്ടോ, 5th. ഇതാണ് ഇതിൻ്റെ സ്കെയിലിങ്ങനെ പോകുന്നത്. അപ്പോൾ ഈ സ്കെയിലിൽ പാട്ടിരുന്നു. അപ്പം നമ്മൾക്ക് രാഗം നമ്മൾ ഏതാണെന്നറിയണ്ടേ. നമ്മൾ വന്ന് മേളകർത്ത രാഗത്തിലെ 14ാമത് രാഗമാണ് ബാവുളാവർണ്ണം വന്ന രാഗം. അതിനകത്താണ്, അത് ബേസ് ചെയ്താണ് ഈ പാട്ട് വന്നിരിക്കുന്നതൊക്കെ കാണുന്നത്. അപ്പോൾ ഇത് ചക്ര നോക്കുകയാണെങ്കിൽ അഗ്നിചക്ര, 3ാമത്തെ ചക്രയായ അഗ്നിചക്രയിലാണ് ഈ പാട്ട് വന്നിരിക്കുന്നത്. അതേസമയം മേളകർത്ത രാഗത്തിലെ 14ാമത് രാഗവും. അപ്പോൾ അതിൻ്റെ സ്വരസ്ഥാനം നമുക്ക് നോക്കണ്ടേ. ഷഡ്ജം, ശുദ്ധഋഷഭം, അന്തരകാന്താരം, ശുദ്ധമധ്യമം, പഞ്ചമ, ശുദ്ധദൈവതം,
കാകളി നിഷ അല്ല കൈഷികി നിഷാദം. കാകളി അല്ല കേട്ടോ, കാകളി നിഷാദം ഇതാണ്. ഇത് കൈഷികി നിഷാദം ഷഡ്ജം. കണ്ട. അപ്പം ഇതിൻ്റെ സ്വരസ്ഥാനം പോകുന്നത് ഇങ്ങനെ: ഷഡ്ജം, കൈഷികി നിഷാദം, ശുദ്ധ ദൈവതം, പഞ്ചമം, ശുദ്ധ മധ്യമം, അന്തരകാന്താരം, ശുദ്ധ ഋഷഭം. അങ്ങനെ വരുമ്പോൾ നോക്കി ഇതിനകത്ത് നിങ്ങളിപ്പോൾ എങ്ങനെ ഈ പാട്ട് നിങ്ങൾ എടുക്കുന്നത്? ഇത് കണ്ടോ, അംബികെ സി, സി അല്ലെങ്കിൽ സ കണ്ടോ, ഗ, എഫ്, ഇത് കണ്ടേ മ, തിരിച്ചവിടെ വന്ന് ഇവിടെ വന്നു കണ്ടോ. വീണ്ടും ഇവിടെ തുടങ്ങി തെറ്റിച്ചങ്ങ് ഉണ്ട്. വീണ്ടും ഇവിടുന്ന് മായിൽ നിന്ന് ഗാന്ധാരത്തിൽ വന്ന് ഇത്രയാണ് പല്ലവി എന്ന് പറയുന്നത്. ഇത്രയേ ഉള്ളു, പെട്ടെന്ന് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. പിന്നെ അനുപല്ലവി വരുമ്പോൾ ഇങ്ങനെ ഉണ്ട്. ഇവിടുത്തെ തൊടാതെ ഇവിടെ വന്നിട്ട് ഇവിടെ വന്നു കേട്ടോ. രണ്ട് പ്രാവശ്യം നിങ്ങളത് എടുക്കണം. ഇത് ഇവിടെ ഇങ്ങോട്ടാണ്. വീണ്ടും ഇത്രയും വരം വരും. കേട്ടോ, ഒന്നുകൂടി കാണിച്ചാൽ ഇവിടെ വരുന്നല്ലേ. തീർന്നു, ഇത്രേ ഉള്ളു. വീണ്ടും നിങ്ങൾ അംബികനാഥ് എടുത്താൽ മതി. കണ്ടോ, വീണ്ടും ഇവിടുന്ന് വീണ്ടും ഇവിടെ വന്നിട്ട് ഒരിക്കൽ കൂടി അതുണ്ട്. അപ്പോൾ ഇവിടെയാണ് ലാൻഡിങ് നോട്ട് വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് മിസ് പറഞ്ഞത് ഇത് എഫ് മൈനറിലാണെന്ന്. നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ നിന്നായിരുന്നു. ഇങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തതെങ്കിലും നമ്മൾ ലാൻഡിങ് നോട്ട് വെച്ചാണ് നമ്മൾ തീരുമാനിക്കുന്നത് ഏത് പാട്ടാണ് ഏത് സ്കെയിലിലാണെന്ന്. അപ്പോൾ നമുക്കിതിന് എന്തെല്ലാം കോഡ്സ് പഠിക്കാൻ സാധിക്കും നമുക്ക്. അപ്പം നമുക്ക് കോഡ്സ് വന്നിട്ട് ഇത് നമ്മളിവിടെ ഇത്രയും ഫ്ലാറ്റുകളൊക്കെ യൂസ് ചെയ്തായിരുന്നു അല്ലേ. അപ്പം നമ്മൾ ഈ ഫ്ലാറ്റൊക്കെ ഉള്ള കോഡ്സ് നമുക്ക് പിടിച്ചാലോ. ഇത് കണ്ടോ, നമുക്ക് വേണമെങ്കിൽ ഇതെടുക്കാം. ഏതാ? സി. നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഞാൻ ഇവിടെ തന്നെ കാണിച്ചാൽ ഇവിടെ കാണിക്കുന്നില്ല, ഇവിടെ തന്നെ കാണിക്കാം. അപ്പം നമ്മളിവിടെ എഫ് മൈനർ കോഡ് പിടിക്കാം. നമുക്കുണ്ട് എഫ് മൈനർ കോഡ് നമ്മൾ എങ്ങനെ പിടിക്കുക? ഇത് കണ്ടോ, ഇവിടെ നമുക്ക് പിടിക്കാം. മിസ് ഇവിടെ പിടിച്ച് കാണിച്ചുതരാം. ഇവിടെ നിങ്ങൾ പിടിക്കരുത്, ലെഫ്റ്റിലോട്ടാണ് കോഡ്സ് പിടിക്കുന്നത്. എങ്കിൽ ഇതുണ്ട് എഫ് ഉണ്ടോ. അപ്പോൾ നമ്മൾ എന്താ ഈ കോഡുകളിങ്ങനെ, അപ്പോൾ എഫ് മൈനർ കോഡ് പിടിക്കും. അതേസമയം നമ്മൾ വന്ന് സി ഷാർപ്പിൽ കൈവച്ചായിരുന്നല്ലേ. അപ്പം നമുക്ക് വന്ന് ഇത് വന്ന് സി ഷാർപ്പ് മേജർ പിടിക്കാൻ നോക്കണ്ടോ. ഇങ്ങനെ സി ഷാർപ്പ് മേജർ കോഡ് പിടിക്കാം. കാര്യം നമ്മൾ സി ഷാർപ്പ് പിടിക്കുമ്പോൾ സി ഷാർപ്പ് വരും, പിന്നെ ഇത് ജി ഷാർപ്പായിട്ടാണ് അപ്പോൾ വരുന്നത്. എ ഫ്ലാറ്റ് ജി ഷാർപ്പ് വരും, എഫ് വരും. അപ്പോൾ നമുക്കിത് വേണമെങ്കിൽ മൈനറും പിടിക്കാം. കാരണം നമ്മൾ ഈ നോട്ടിൽ കൈവച്ചായിരുന്നു. വേണ്ട, ഇത് വന്ന് സി ഷാർപ്പ് മൈനർ കോഡായിട്ട് വരും. ഇങ്ങനെ പിടിക്കാം. പിന്നെ നമുക്ക് പിടിക്കാം ഉണ്ടോ, അതുകൊണ്ട് ജി മൈനർ പിടിക്കാം, നമുക്ക് സി മേജർ പിടിക്കാം, കണ്ട ബി ഫ്ലാറ്റ് മേജർ പിടിക്കാം. ഇങ്ങനെ പല കോഡ്സ് ഇവത്ത് യൂസ് ചെയ്യാം. നിങ്ങളപ്പോൾ ഇങ്ങനെ ഇങ്ങനെ എഫിൽ പിടിക്കുമ്പോൾ ഇത് കണ്ട എഫ് കോഡ് ഇങ്ങനെ പിടിക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരേ മാച്ചിങ് സ്വരം വരും. നിങ്ങളിവിടെ പിടിക്കുന്ന സമയത്ത് നിങ്ങളുണ്ട് ഈ കോഡൊക്കെ വെക്കരുത്, അപ്പോൾ ഡിസ് മാച്ചായിട്ട് വരും. അപ്പോൾ പിന്നെ നമ്മൾ ഇന്ന് ബോർഡിലേക്ക് വരുന്ന കോഡ്, ബോർഡിൽ എഴുതിയിരിക്കുന്ന കോഡ് വന്ന് B7.
അപ്പോൾ B7 കോഡ് നമ്മൾ ഇങ്ങനെ പഠിക്കുന്നത്. എങ്ങനെ പഠിക്കുക? ഡി ഷാർപ്പ്, ഇത് ഈ ഫ്ലാറ്റാണ്, പക്ഷേ ഡിക്ക് ഫ്ലാറ്റ് ആയിട്ട് നമ്മൾ ഇതിന് പറയുമ്പോൾ ഡി ഷാർപ്പ് എന്ന് പറയും. ഡി ഷാർപ്പും ബിയും പിടിക്കുക. പിന്നെ വന്നിട്ട് നമുക്ക് ജി ഷാർപ്പായി, ഇത് എ ഫ്ലാറ്റ് ആണെങ്കിൽ നമ്മൾ പറയുമ്പോൾ ജി ഷാർപ്പായിട്ട് പറയും. എഫ് ഷാർപ്പ്, ഇത് ബി മേജർ 7, B7 ഇങ്ങനെ പറയും കേട്ടോ. ഇത് B7, അപ്പോൾ B7. ഇനി ഇത് നമ്മൾ B7 3 നോട്ട് വെർഷനായിട്ട് മാറ്റുകയാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? ഈ ഡി ഷാർപ്പ് ഇവിടെ ഇരിക്കും, ബി ഇവിടെ ഇരിക്കും. ഈ 2 നോട്ട് കൈ വയ്ക്കുന്നില്ല, നമ്മൾ തിരിച്ച് നമ്മൾ ഈ കീയിലാണ് വയ്ക്കുന്നത്. കണ്ടോ? ഇത് B7 3 നോട്ട് വെർഷൻ. അതേസമയം B7 ആണെങ്കിൽ നമ്മൾ ഇങ്ങനെ വെച്ച് കഴിയും. കണ്ടോ? അപ്പോൾ ഇതാണ് പ്രത്യേകിച്ച് പഠിക്കാനുള്ളത്. നമുക്കിനി ബോർഡിലേക്ക് നോക്കാം. ബിയുടെ കോഴ്സ് നമ്മൾ ഓർഡറായിട്ട് പഠിക്കുകയാണ്. B7 മിസ് കാണിച്ചായിരുന്നു ബോർഡിൽ, ഇത് പിടിച്ച് കാണിച്ചായിരുന്നല്ലേ കീബോർഡിൽ. ഇത് കണ്ടോ? ടി ഷാർപ്പ്, ബി, ജി ഷാർപ്പ്, എഫ് ഷാർപ്പ്, ഇങ്ങനെയാണ് നൊട്ടേഷൻ നമ്മൾ എഴുതുന്നത്. ഫിംഗർ നമ്പറാണ് ഇവിടെ മിസ് എഴുതിയിട്ടുള്ളത് കേട്ടോ. ഇത് B7 3 നോട്ട് വെർഷൻ വിത്ത് ഫിഫ്ത്ത് ഒമിറ്റഡ്. അപ്പോൾ ഇതിന് വന്നിട്ട് നമ്മൾ ഡി ഷാർപ്പ് എന്ന് പറഞ്ഞാൽ എന്തുവാ? ഈയുടെ ഫ്ലാറ്റാണ്. പക്ഷെ നമ്മളിവിടെ അങ്ങനെ പറയത്തില്ല, ഈ ഫ്ലാറ്റ് എന്ന് പറയത്തില്ല, ഡി ഷാർപ്പ് എന്നാണ് പറയുന്നത്. ബിയും എയും, ഇവിടെ എ ഇല്ല കണ്ടോ. അപ്പോൾ ഇങ്ങനെ നോട്ട് മാറിയപ്പോഴേ ഇവിടെ ബിയും എയും വന്ന്, ഇവിടെ ബിയും ജി ഷാർപ്പും എഫ് ഷാർപ്പും വന്നു. ഇതാണ് പ്രത്യേകിച്ച് പഠിക്കാനുള്ളത്. പക്ഷേ ഈ കോഡ്സ് നിങ്ങൾ ഈ പാട്ടിന് യൂസ് ചെയ്യുന്നത് മറ്റേ കോഡ്സാണ്. ഇത് ഓർഡറായിട്ട് നമ്മൾ പഠിക്കുകയാണ് കേട്ടോ. എല്ലാ കോഴ്സുകളും മിസ് നിങ്ങൾ പഠിച്ചിരിക്കാൻ വേണ്ടി മിസ് നിങ്ങൾക്ക് തരുന്നതാണ് ഇത്. അപ്പോൾ ഇതെല്ലാവരും എഴുതി വയ്ക്കുക. എന്തെങ്കിലും സംശയമുള്ളവർ മിസ്സിനെ വിളിക്കുക, മിസ് കൂടുതലായിട്ട് പറഞ്ഞുതരാം കേട്ടോ.